എന്റെ യാത്രയൊക്കെ സുഖമായിക്കണേ, എന്റെ കാത്തയക്കണേ, അങ്ങനെ പിന്നെ ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡിസ വ്ലോഗ്സ്. ഹായ് ഹസി എന്ന് പറയാം എന്തിനോടെ ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ പോവാണ്. ആയിക്കോട്ടെ. ഈ ഡ്രസ്സ് ടാഗ് ചെയ്യാം. ഡ്രസ്സ് എന്റെ ഷൂവ്, നിന്റെ ഡ്രസ്സ്, എന്റെ ബാഗ്, ബേബി. ഗൈസ് അപ്പോൾ നമ്മൾ പോവാണ്. എങ്ങോട്ടാ പോണേന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഇപ്പൊ സമയം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ രാത്രി 7:45 നമ്മളൊരു ഇന്റർനാഷണൽ ഇന്ത്യ വിട്ട് പോവാണ്. എത്ര ഓക്കെ 3:10. ഹസിബേബിയുടെ ടൈം അനുസരിച്ചിട്ട് 3:10 അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ്. രാത്രി 10:30 നമുക്ക് ഫ്ലൈറ്റ്. അപ്പൊ നമ്മൾ 10:40 ഫ്ലൈറ്റ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഓൺ ദി വേയിൽ ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ എന്താ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ഓക്കെ ബാ ഹസിബേബി ഓക്കെ പോയിട്ട് വരാന്ന് പറയാം. മാമോട് പോയിട്ട് വരാന്ന് പറയാം. പാലടയ്ക്കാനാ? അതാ മാമ അടച്ചോളൂ കേട്ടോ. നീ ബായ് പറഞ്ഞ മാമിക്ക്. എങ്ങടെ പോ വണ്ടി തിരിക്കട്ടെ കേട്ടോ ഡാടാ. അവിടെ നോക്ക് നീ, വണ്ടി ഉണ്ടോ അവിടെ? ഓക്കെ ആണോ? തിരിക്കാൻ പറ്റുമോ? പോട്ടെ കേട്ടോ. ബൈ ബൈ. ശരി ഉമ്മോടുക്ക്. ഇതേണ്ട നമ്മളിപ്പോ മറ്റേ എയർപോർട്ട് എത്തി അല്ലേ? ദേ പോണെന്നല്ല, ദേ വരണ്ട്. കാണാൻ പറ്റും തോന്നണോ അല്ലെ? അങ്ങനെ പിടിക്കുമ്പോ ബ്ലറാവുണ്ടല്ലോ. ഇത് എന്താണോ എനിക്കറിയില്ല. ബ്ലർ അടുത്തേക്ക് വരുമ്പോ കാണില്ലേ ബ്ലറാ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ട എത്തി ഗൈസ്. നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഉറക്കം കഴിഞ്ഞാ എണീറ്റാ ഗൈസ്. അങ്ങനെ നമ്മളിത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇതാ കാണുന്നു. നമ്മളിവിടെ എത്തി. നമ്മളത് അതെ വി റീച്ച്ഡ് ഹിയർ. ഹസിബേബിനെ ആദ്യം സ്ട്രോളറിലാക്കി. ഇനി ബാഗ് എടുത്തു. ഇനി പെട്ടികൾ കയറ്റി വെക്കണം അല്ലേ? ഓക്കെ പെട്ടികൾ എടുത്ത് വെച്ചോ. പിന്നെ നിനക്ക് അറിയണേ ഗൈസ് നമ്മുടെ വണ്ടി എവിടെയാ? ഇതാ കിടക്കണം നമ്മുടെ വണ്ടി. ഹസിബേബി നിനക്ക് അറിഞ്ഞേന്ന്? അതെ ഞാൻ പറഞ്ഞ അപ്പൊ അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതാണോടാ ഗൈസ്. നമ്മളങ്ങനെ പോവാണ്. സമയം ഉണ്ടല്ലേ നമുക്ക്? 7 അല്ല 10:40 ഫ്ലൈറ്റ്. ഓക്കെ പോവാം. തിരക്കാട്ടെന്ന് അല്ലേ ഗൈസ്? ഇന്ന് ഭയങ്കര തിരക്കാ. എന്താ സംഭവം എന്ന് പറഞ്ഞൂടാ. ഭയങ്കര തിരക്ക്. ഈ വൈകുന്നേരം സമയം ആയതുകൊണ്ടാണോ? ടേക്ക് ഓഫ് ഉണ്ടാവും. അതായിരിക്കും. നല്ല തിരക്ക്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. ഹസ്ബേബി ഇതായിരിക്കണം. ഓ ഗൈസ് ഹസ്ബേബി അതെ ഫൈനലി നമ്മുടെ ചെക്കിനെ കഴിഞ്ഞു. പക്ഷെ കുറേ സമയം എടുക്കും കേട്ടോ അല്ലേ? ഞാൻ പ്രതീക്ഷയേക്കാളും കൂടുതൽ സമയം ചെക്കിങ്ങിന് എടുത്തു. എമിഗ്രേഷനിലാണെങ്കിലും ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്യണ സമയത്താണെങ്കിലും കുറച്ചധികം സമയം എടുത്തു. നമ്മൾ പ്രതീക്ഷകൾ കൂടുതൽ സമയം എടുക്കും. എന്താണെന്നറിയില്ല. ചൂടുണ്ടോ ബർഗറിന്? ഹസ്ബേബി ചൂടുണ്ടെന്ന്. നമ്മൾ ആദ്യം ലോഞ്ചിൽ പോകാന്ന് വിചാരിച്ചു. പക്ഷെ എന്താ നമ്മുടെ കാർഡ് അവിടെ എടുക്കുക. അങ്ങനെയല്ല, ലോഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാങ്കുകാരൻ്റെ അടുത്ത് നമ്മളെ കാണിട്ടുണ്ട്. അവരത് ഇല്ലാന്ന് പറയും. ലിമിറ്റ് കഴിഞ്ഞു. ഒരു പ്രാവശ്യം പോലെ യൂസ് കിട്ടിയ കാർഡ് ബാങ്കുകാരെ ഞാൻ നാളെ പോയി കാണുന്നു. ബാങ്കിൽ പോയി സംസാരിക്കണം. കാരണം നമുക്കൊരു ഇങ്ങനെ ഇന്റർനാഷണൽ ആവശ്യങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാർഡ് എടുക്കുന്നത്. പക്ഷെ നമുക്കത് ഉപകാരമായിരിക്കും. എന്താ ചെയ്യാം അല്ലേ? അതെ നാളെ പോയി കാണുന്നുണ്ട്. ഞാൻ നാളെ എങ്ങനെ കാണാൻ? നാളെ അല്ലേ വരുമ്പോ ഞങ്ങൾ ചോദിച്ചതും കൂടെയാണ്. വരണ വഴി കൂടി ചോദിച്ചോളൂ. ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 1 ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. ഇയർലി വൺസ് അല്ല. ഗേറ്റ് തുറന്നുണ്ടല്ലേ ഹസ്ബേബി? പോവാം നമുക്ക്. നമ്മളുടെ ഗേറ്റ് വരണത് 4 പക്ഷെ അവിടെ ആരും കാണാനില്ലല്ലോ. ആരും കാണാനില്ല. അപ്പൊ എന്നാലും പോയി നോക്കി നോക്കാം. 10 മണിക്ക് തുറങ്ങുന്നുണ്ട്. 10 മണി ആയിട്ടുണ്ട് ഇല്ലേ ഗൈസ്? നമുക്ക് ഒരു തിരക്കുണ്ടായിരുന്നില്ല. അതെ ഇവിടെ
ഫസ്റ്റ് നമ്മൾ അതിൽ കിടത്തി വിട്ടു. അതായിരുന്നു സുഖമായി. ഹസ് ബേബി ഉള്ള കാരണം അങ്ങനെ പോകുന്നുണ്ട് അല്ലേ ഹസ് ബേബി? ഇവിടെ ഇല്ല കേട്ടോ, അങ്ങനെ പോട്ടാ ഹസ് ബേബി. ചിരിക്കണം അവിടെ ഇരുന്നിട്ട്. ഗൈസ് നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി അവിടെ വെച്ചിട്ടല്ലേ കൊടുക്കാം? അവിടെയല്ലേ കൊടുക്കാം? എനിക്കറിയില്ല. നമ്മളുടെ ഈ സ്ട്രോളർ ഉണ്ടല്ലോ, അത് എയർ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് അവർ കൊടുക്കൂലേ? ഏതിട്ടാ എനിക്കറിയില്ല. ടൂർ വരുന്നവർ മാത്രമായിരിക്കില്ലല്ലോ, എല്ലാത്തോരും ഉണ്ടാവുള്ളൂ. സാധനമൊക്കെ കണ്ടുപിടിച്ചോ? At the exit before leaving the aircraft, pull the red tag to inflate life vest. Do not inflate your life vest until you are at the exit, as this would slow down the evacuation flow. to Malaysia. Your life vest has an oral tube for further inflation. The light comes on when in contact with water, and here is the whistle to attract attention. Evacuation flights are located at all exits. Please note where the emergency exits of the aircraft are located. They are being pointed out to you now. അതെങ്ങനെയാ? ദുബായ്, പിന്നെ പാരീസ്, സ്വിറ്റ്സർലൻഡ്, മലേഷ്യ. മാൾഡീവ്സ്. ഫിഫ്ത്ത് ഡെസ്റ്റിനേഷൻ. നമ്മളെന്തായാലും മലേഷ്യയിൽ എത്തിയിട്ടുണ്ട്. ബേബി ഉറങ്ങും. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, ജസ്റ്റ് ലാൻഡ്. എല്ലാവരും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡി ആവണം അല്ലേ? ഇവിടെ എണീപ്പിക്കണോ? എണീക്കോ? നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നമ്മളുടെ സ്ട്രോളർ ഇവിടെ എത്തിയില്ലേ? വാവ്, അത് നൈസ് പരിപാടി. ഹസ് ബേബി, ഹസ് ബേബിയുടെ വണ്ടി എത്തിയില്ലേ അല്ലേ? പോവാ നമുക്ക്. ഇവിടെയും മലേഷ്യയിലും നമ്മളറിയുന്ന ആളുകളുണ്ടെന്നുള്ളത്. അതെ, മലയാളികളാണെങ്കിലും നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളോട് ചോദിച്ചു, ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ? ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു നമ്മളവിടെ അപ്പുറത്തിരുന്നിട്ട്. ആണോ? അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് വേറെ കണക്ഷൻ ഫ്ലൈറ്റാ? നമ്മൾ കുറേ നേരം തെണ്ടി തിരിഞ്ഞ് കിടന്നിട്ടും നമ്മളുടെ ലഗേജ് കിട്ടാമല്ലോ. മലേഷ്യൻ എയർപോർട്ട് ഇത്രയ്ക്കും വലിയ എയർപോർട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ ബാഗ് കിട്ടിയിരിക്കുകയാണ് ഗൈസ് അല്ലേ? ബാ ഹസ് ബേബി, എല്ലാം കിട്ടി, 2 ബാഗും കിട്ടി. സംഭവം ഉണ്ടല്ലോ, സംഭവം നൈസായിരുന്നു. അതായത് നമ്മൾ ഇത്രയ്ക്കും നേരം കുറേ നേരം നമ്മൾ ഈ ബാഗേജിനും ഇമിഗ്രേഷനും വേണ്ടിയിട്ട് കുറേ കറങ്ങി നടന്നെങ്കിലും ഇമിഗ്രേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് ആൾക്കാർ, ഭയങ്കര ആൾക്കാർ. ബിക്കോസ് ഓഫ് ഹസി ബേബി ആൻഡ് ഇറ്റ്സ്. അതെ, നമ്മുടെ അടുത്ത് അവർ പറഞ്ഞു നേരെ പൊക്കോളം പറഞ്ഞു. അപ്പോൾ ഒരു തിരക്കിലുണ്ട്, നേരെ പോയി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് സാധനം കിട്ടി. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഡ്രൈവർ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമുക്കിട്ട് നേരെ അങ്ങോട്ടേക്ക് ഇല്ല മെസ്സേജ് അയച്ചുകൊണ്ട് സ്ഥലമൊക്കെ അയച്ചു. ബാ ഗൈസ്, അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടോ. പുറത്തൊക്കെ വെളിച്ചായി വരണേ ഉള്ളൂ കേട്ടോ. എവിടെ ആ അതെ ലാൻഡ് ചെയ്യണം. അവിടെയാണെന്നുണ്ട് ഇത് ആ 11 പില്ലർ നമ്പർ 11ൻ്റെ എവിടെയാണെന്നുണ്ട് ഗൈസ്. ആ പില്ലർ നമ്പർ 11 ഇല്ലേ, അവിടെയാന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ഡ്രൈവർ ചേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ പോവാ പോന്നാ. ഈ പുള്ളിയാട്ടാ നമ്മളുടെ എന്നിട്ട് ആളുടെ പേര് സം എന്നിട്ട് I forgot to ask your name. Oh, Don Faiz. Don. Oh, cool. Thank you. നമ്മളങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കണം. നേരം വെളുത്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, വെളിച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഹസി ബേബി ഒക്കെ ഇവിടെ നിൽക്കണു. ഹസി ബേബി ഉറക്കം കഴിഞ്ഞാ? ഓക്കെ, ഇവിടെ പാലിയേക്കര ടൗണ് പോലെ അല്ലേ? പാലിയേക്കര ടൗണ് പോലെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഫൈനലി. ദിസ് വൺ റൈറ്റ്? ഓക്കെ, ഇതാണ് അൽക്കാസ ഹോട്ടൽ. ഇതാണ് ഗൈസ് നമ്മുടെ ഹോട്ടൽ. നീ ഉണ്ണിനെ കൊണ്ട് അതിൽ കൂടെ വായോ? ഓക്കെ ബൈ.
താങ്ക് യു സോ മച്ച്. വെറുതെ ഇവിടെ ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്മസിന്റെ ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുട്ട എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണം. അവനൊന്നും അറിയണ്ട. ഇതാണ്ട് നമ്മളുടെ ഹോട്ടൽ. ഇത് നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പുറത്തല്ലേ മെയിൻസ് അത് ഞാൻ അങ്ങനെ തന്നെ എടുത്തതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തേക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ഈസിലി ആക്സസ് ആയിരിക്കുന്നു പറഞ്ഞു. എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞതിൻ്റെ പേരുണ്ട് കിട്ടാണ്. അതെ അതെ പോകാനൊക്കെ എളുപ്പമാണ്. ബാ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ നമ്മുടെ റൂമിലേക്ക് പോവാം. ഓക്കെ ടയർഡായിട്ട് വരുമ്പോ വരണ ഒരു ഹോട്ടൽ നല്ലതായി തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ് അല്ലേ? ബാ 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 ബാ. ഓക്കെ ഓക്കെ തൊക്കോ. താങ്ക് യു. പിന്നെ നമുക്കത് ഇവിടെ ഒരു ബാൽക്കണി അല്ല, ഇവിടെ നിന്ന് ഒരു വ്യൂ ഉണ്ട്. കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ബേബി? കണ്ടോ കണ്ടോ കണ്ടോ, നല്ല വ്യൂ ഉണ്ട്. അവിടെ നിറച്ചും ബിൽഡിങ്ങുകളാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. കണ്ടോ നല്ല ബിൽഡിങ്. ഓക്കെ പിന്നെ ഇവിടെ ഒരു ബെഡും കാര്യങ്ങളും ഇത്രയ്ക്കേ ഉള്ളൂ. ചെറിയ റൂം, അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട്. ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമുക്കെല്ലാവർക്കും ഇടാൻ പറ്റിയ റൂമാ. എങ്ങോട്ട് പോവാന്ന് ഗൈസ്? അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. എന്നിട്ടാ അതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് താഴെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മണിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്. അപ്പൊ ഗുഡ് നൈറ്റ്.